ഓണനാളിൽ നന്ദുവിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ നന്ദുച്ചേയന്റെ ഒരുപാട് വിശേഷങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങൾ കേൾക്കാനുണ്ട്. അതിലേക്ക് പോവാം. നന്ദുച്ചേയൻ എങ്ങനെയാണ് ഫിലിമിലേക്ക് വന്നത്? ഞാൻ തക്കാടാണ് താമസിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് എം ജി രാധാകൃഷ്ണൻ ചേട്ടനും വേണു നാഗവള്ളിയും. അപ്പോൾ രണ്ടിനും ഞങ്ങളെ ഫാമിലിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ അവിടെ ഞാൻ പാട്ട് പാടാൻ പോകുമായിരുന്നു. കോറസ് രാധാകൃഷ്ണൻ്റെ അവിടെ കോറസ് പാടാൻ പോകുമായിരുന്നു. എപ്പോഴും രാധാകൃഷ്ണൻ്റെ വീട്ടിലെ ഒരു അവിടുത്തെ രാധാകൃഷ്ണൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അതിനെന്താ പറയുക, ഒരുപാട് ആൾക്കാർ വരികയും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ദിവസവും ആഹാരം കൊടുക്കുകയും ഒക്കെ എല്ലാ സുഹൃത്തുക്കളാണ്, അല്ല വഴിപോക്കാരല്ല. പക്ഷേ അങ്ങനെ ഒരുപാട് സിനിമാക്കാരും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ വേണ്ടപ്പെട്ട നമ്മളൊരു ചേട്ടൻ, അദ്ദേഹം രാജശേഖരൻ എന്നാണ് അദ്ദേഹത്തിന് പേര്, അദ്ദേഹമാണ് രാധാകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇവനൊരു വേഷം കൊടുക്കും സിനിമയിൽ. അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കുന്ന താല്പര്യപ്പെട്ടിട്ടേ ഇല്ല. താല്പര്യമുണ്ടെന്ന് എനിക്ക് എന്നോ അഭിനയിക്കാമായിരുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു അഭിനയിക്കണോ ചോദിച്ചാൽ ഓ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു അങ്ങനെയാണ് എനിക്ക് ചെപ്പെന്ന് പറഞ്ഞ സിനിമയിലൊരു വേഷം പ്രിയചേട്ടൻ്റെ സിനിമയിൽ പറഞ്ഞിട്ട് വേഷം തരികയും, പക്ഷേ എനിക്കത് ചെയ്യാവത്തില്ല. പിന്നെ അതിൻ്റെ അടുത്തല്ല സർവകലാശാല വേണുചേട്ടൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പം സർവകലാശാല അഭിനയിച്ചു. അങ്ങനെയാണ് സിനിമയിൽ വന്നത്. അപ്പോൾ സിനിമയിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് വന്നു. പിന്നെ പയ്യെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ അതെൻ്റെ പ്രൊഫഷനേ ആക്കിയത്. ഞാൻ ആ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ PSC ടെസ്റ്റൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അത് രണ്ടിടത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല. കേരള യൂണിവേഴ്സിറ്റിയിലും പിന്നെ ദേവസ്വം ബോർഡിൽ രണ്ടിടത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സിനിമ പ്രൊഫഷനായി, പിന്നെ അതിലോട്ട് അങ്ങനെ. ഇപ്പൊ എന്ത് തോന്നുന്നു, ഫിലിം ഒരു പ്രൊഫഷൻ ആക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇത്രയും ഫിലിംസ് അഭിനയിച്ചു, ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്തു, ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടമായി പോയേനെ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് വേറെ എവിടെയെങ്കിലും ജോലി തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം, അത്ര തീർച്ചയായും. അത് നമുക്ക് ഇത്രയും നമുക്ക് ഈ ഒരു ജീവിത ശൈലിയിലേക്ക് എത്താക്കുമോ, അതോ ഇതിലും ബെറ്ററായ ശൈലി ആയിരിക്കുമോ, അതോ ഇതിലും മോശപ്പെട്ടതായിരിക്കുമോ ഒന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ അന്നായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആവൂലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തെളിവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം വെറുതെ ഇതൊക്കെ ഊഹങ്ങളാണ്. അങ്ങനെ നീ അവിടെ പോകാത്തത് എവിടെ പിന്നെ ഈ ചിലപ്പോൾ അസുഖം ബാധിച്ചിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ആ വ്യക്തി മരിച്ചു പോകും. അപ്പോൾ പറയും ഒരു 5 മിനിറ്റ് നേരത്തെ എത്തി. എവിടെ 5 മിനിറ്റ് നേരത്തെ എത്താക്കൂല, പോകാൻ ടൈമായ പോയേക്കുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. നമ്മൾ ഇങ്ങനെ അഭിനയിക്കാമെന്ന് അഭിനയിച്ചു ഇവിടെ വരെ എത്തി. ഇപ്പം നാളെ ഞാൻ അഭിനയിക്കണോ അതോ നാളെ വേറെ എന്തെങ്കിലും പ്രൊഫഷനിലേക്ക് പോകണോ എന്നുള്ളത് നമുക്ക് പറയാക്കൂല. ദൈവമാണ് നമ്മുടെ അടുത്ത് പറയണത്. ഇപ്പോൾ ഈ AI എന്ന് പറഞ്ഞ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡെമോക്രസിൻ്റെ വാൾ പോലെയാണ് നിൽക്കുന്നത്. നമുക്ക് പറയാൻ പോലും ഒക്കില്ല. ഇപ്പോൾ പഴയ നടന്മാരുടെയൊക്കെ ഇത് കണ്ടില്ലേ? ഇപ്പോൾ AI കൂടുതൽ ഡെവലപ്പായി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് വേണ്ട, ഞങ്ങൾ സിനിമ ചെയ്തോളാമെന്ന് അവർ പറഞ്ഞ് സിനിമ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ പടം ഓടുകയാണെന്ന് ഞങ്ങളുടെ അവസ്ഥ എന്താവും? ഞങ്ങളെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, ഫുൾ ടെക്നീഷ്യൻ, അതായത് ഗ്രാഫിക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രം ജീവിക്കും. അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ AI തന്നെ പറയും ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തോളാമെന്ന്. അവർ തന്നെ ഗ്രാഫിക്കും ചെയ്യും, അവർ തന്നെ ടെലികാസ്റ്റും ചെയ്യും. ഇപ്പം നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് ഒരു പിടിയില്ല. ഇത് ചില രാജ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു, ഏതോ ഒരു സ്വീഡനോ ഏതോ ഒരു രാജ്യം, അവിടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ നിരോധിച്ചു. പേപ്പറും പേനയും വെച്ച് എഴുതി തന്നെ 10ാം ക്ലാസ് വരെ പഠിക്കണമെന്ന് ഇപ്പം ഞാൻ ഏതോ ഒരു ഇതിൽ വായിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകും കാര്യങ്ങൾ. നമുക്കറിയില്ലല്ലോ ഇത് അടുത്ത് എന്താ സംഭവിക്കാൻ പോണത്. ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഇവനെ ഇനി ഇവിടെ ഇറക്കി വിട്ടിട്ട് വേണം ഇതുങ്ങളെയൊക്കെ ഒതുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട്, എന്താന്ന് പറഞ്ഞാൽ ഈ തെരുവ് നായ ശല്യം ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു റോബോട്ടിക് ഡോഗ്, ആ വീഡിയോ ഞാനിപ്പോൾ കണ്ടു. അത് കുറേ വൈറലായി ഓടിക്കൊണ്ടിരിക്കുക. ആ മറ്റേ നായ്ക്കൾ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഇവൻ നിന്നിങ്ങനെ ഭയങ്കരമായിട്ട് കുറയും. ഇപ്പം ഈ നായ ഇതിനെ കടിക്കാൻ പോണു, ഇവൻ ഇങ്ങനെ അതിൻ്റെ കൈയെടുത്ത് കഴിയുമ്പോൾ കറണ്ട് അടിച്ചിട്ട് അവൻ ബോധം കെട്ട് വീണാണോ മരിക്കണാണോ എന്നറിയില്ല. അതൊരു ഗ്രാഫിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ്, അല്ലാതെ ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അതുപോലെ ഒരു 100 എണ്ണത്തിൻ്റെ ഇറക്കി റോഡിൽ വിട്ടാനുള്ള അവസ്ഥയായി. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ തീരുമാനിക്കും. ഇനിയിപ്പോൾ മനുഷ്യൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇതൊക്കെയാണ് ടെർമിനേറ്റർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക. ആലോചിച്ചു, ടെർമിനേറ്ററിനകത്ത് ആർണോൾഡ് ഷ്വാർസെനെഗർ റോബോട്ടായിട്ട് വന്ന മറ്റവൻ വരണം, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓട്ടപ്പന്തായ മത്സരം പെണ്ണുങ്ങൾ മോഡലിംഗ് വരെ ചെയ്യുന്നു ഈ റോബോട്ടിക് സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ
നമ്മുടെ ഭൂമിയെ കയ്യേറി അവർ കൈയടക്കുമോ എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പം നാളെ ഏത് സിനിമയും ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് സമാനമായിട്ട് ജീവിച്ചിട്ട് തിരിച്ചു പോകാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ ആൾക്കാർക്കും. ഇപ്പോഴത്തെ ഒരു അപ്പം ഇപ്പോഴത്തെ ഇന്ന് എന്ത് എന്ന് ഉള്ളത് ഇന്നത്തേക്ക് നാളത്തേക്ക് അരി വാങ്ങിക്കാനുള്ള കൂടെ സൂക്ഷിച്ചു വയ്ക്കുക. മറ്റന്നാൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാക്കില്ല. അതാണ് ഈ നമ്മുടെ ഈ യുഗത്തിൽ ഈ നമ്മുടെ എന്താ പറയുക, അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശം തന്നെയാണ്. കാര്യം കുറച്ച് AI-യുടെ ഒരു അതിപ്രസരം ഇപ്പോഴേ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഈ സിനിമ എന്നുള്ളത് മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇത് കൈകടത്തുന്നുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങളുമുണ്ട്. റോബോട്ടിക് ട്രീറ്റ്മെൻറ്റ്സിന് ഭയങ്കരമായിട്ട് പറയാൻ ഭയങ്കര പ്രിസിഷൻ ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്നുണ്ട്. ഡോക്ടറെക്കാട്ടിലും പ്രിസൈസായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാനോ അതിന് ഡയഗ്നോസ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നല്ല കാര്യം തന്നെ, കുറേ നല്ല കാര്യമുണ്ട്. പക്ഷെ അതിനെ കൈവിട്ട് കൊടുത്ത് നിങ്ങൾ തോന്നിയ പോലെ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് സംഗതി കുഴഞ്ഞു പോകണം. അപ്പം അതിന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ വെറുതെ തെറി പറയാതിരിക്കുക. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കണ്ടില്ലേ ആരെല്ലാം ആരെയൊക്കെ തെറി പറയുന്നു, എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്നും ഇടപെടാതെ 4 പേരെ കൊണ്ട് നല്ലത് പറയിക്കാൻ ശ്രമിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ശരി, ചേട്ടാ അച്ഛനെയും അമ്മയും പറ്റി. അച്ഛനും അമ്മയും മരിച്ചു. അമ്മ എന്നെ പ്രസവിച്ച് 60 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ 87-ലാണ് അച്ഛൻ മരിച്ചത്. 1987 മരിച്ചു. അപ്പം അച്ഛൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ടേബിൾ ടെന്നീസ് കോച്ചായിരുന്നു. പിന്നെ അമ്മ മ്യൂസിക് ലെക്ചറായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് എന്നെ വളർത്തിയത്. അമ്മയുടെ അനിയത്തിയും എൻ്റെ ചിറ്റയും ചിറ്റപ്പനും അവരാണ് എന്നെ വളർത്തിയത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ ചിറ്റപ്പനാണ്. എൻ്റെ വളർത്തി വലുതാക്കിയത് എൻ്റെ ചിറ്റപ്പനാണ്. അച്ഛൻ എപ്പോഴും ടൂറായിരിക്കും, വരും എപ്പോഴും കോച്ചിങ് പല സ്ഥലത്ത് ടൂറായിരിക്കും. അങ്ങനെ ടൂറിന് പോയ സമയത്ത് തന്നെ കോഴിക്കോട് റിട്ടയർ ചെയ്തതിന് ശേഷം കോഴിക്കോട് വെച്ച് അവിടെ വെച്ചാണ് മരിച്ചത്. അപ്പോൾ ഞാൻ താമസിച്ചതെല്ലാം വളർന്നതെല്ലാം എൻ്റെ ചിറ്റയുടെയും ചിറ്റപ്പൻ്റെയും കൂടെയാണ്. അപ്പോൾ ചിറ്റപ്പൻ DYSP ആയിട്ട് റിട്ടയർ ചെയ്തു, പോലീസിൽ DYSP ആയിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം മരിച്ചു. അദ്ദേഹം 1999 മരിച്ചു. ചിറ്റ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ചിറ്റയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ളത്. അപ്പോൾ ചിറ്റയുണ്ട്. അവർക്കൊരു മോളുണ്ട്. അവൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു നല്ല പൊസിഷനിലാണ്, കൊച്ചിയിലുണ്ട്. പിന്നെ അവൾക്ക് 2 മക്കളാണ്. അപ്പം അങ്ങനെയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അതൊക്കെയാണൊരു ഫാമിലി. ചെറുപ്പകാലത്ത് ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ചുറ്റുപാടും ഉണ്ടായിരുന്നു, അവരോടൊപ്പം ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാലും മനസ്സിൽ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ഓണത്തിനെ കുറിച്ചിട്ട്? നമുക്ക് വേദനിപ്പിക്കുന്നതാവാം, ചിലപ്പോൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാവാം, പക്ഷെ എന്തെങ്കിലും അങ്ങനെ ഒരു ഓർമ്മ ചേട്ടൻ മനസ്സിലുണ്ട്? നമ്മുടെ ഏതോ ഒരു ഓണാഘോഷം തുടങ്ങുന്ന സമയത്തല്ലേ നമ്മളെ വൈപ്പിൻ മദ്യദുരന്തം ഒന്നും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. ആ വർഷം ഓണം ക്യാൻസലൊക്കെ ചെയ്തു. അതൊക്കെ ശരിക്കും വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തക്കാരും പോയില്ലെങ്കിലും അത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമുക്ക് അറിയാവുന്ന 2 വ്യക്തികൾ, അത് ഈ ചാരായം കുടിച്ചിട്ടാണ് സംഭവിച്ചത്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന 2 വ്യക്തികൾ അന്നത്തെ ദിവസം ചാരായം അടിച്ചിരുന്നു. അവർ 2 പേരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മരിക്കൂടെ, ഇതിന് കണ്ണ് കാണാമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരെപ്പോഴും ഇടയ്ക്കിടെ ഈ കഥ പറയും ഇങ്ങനെ അന്നത്തെ ദിവസത്തെ ഒരു ടെൻഷൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, നാട്ടിൽ പോണേ പോകുന്നു പറഞ്ഞു. മറ്റവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ തന്നെ പേടേ നീ നോക്ക് ഇത് എത്ര 5 or 4 എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കണ്ണിൻ്റെ കാഴ്ച ആദ്യം പോകും. അത് കഴിഞ്ഞാൽ പക്ഷെ അവർക്കൊന്നും സംഭവിച്ചില്ല. അവർ ആ പറഞ്ഞ ഏതോ ഒരു സ്ഥലത്താണ് സംഭവിച്ചത്. ഇതിപ്പം ഇവിടെയല്ലേ. അപ്പം അല്ല അവർ പക്ഷേ അതിൻ്റെ അടുത്തെവിടെ ആയിരുന്നു. അങ്ങനെ എന്തോ ഇവർക്ക് അതുമായിട്ട് എന്തോ അടുത്ത് ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഭയം വന്നത്. അതെ. അപ്പം പക്ഷെ അവർക്കൊന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ ഈ ദുഃഖങ്ങൾ ഓണത്തിന് വന്ന് സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊരു കഷ്ടം തന്നെയാണ്. പിന്നെ പല സമയങ്ങളിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയം, പിന്നെ കോവിഡിൻ്റെ സമയം, ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ പറ്റാത്ത സമയങ്ങളായിരുന്നു. സമയം എല്ലാവർക്കും വല്ലാത്ത ഒരു ഷോക്കായിപ്പോയില്ലേ കോവിഡിൻ്റെ സമയം? ഇപ്പോൾ ഈ ഒരു വിദേശ പഠനത്തിൽ നിന്നും പത്രത്തിൽ കണ്ടതനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഇത് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തതും ഇൻഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തതുമായിട്ടുള്ളത്
ലോക ജനതയുടെ 1.5% 2% അങ്ങാണ്ടേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ശരിക്കും അത് പരോക്ഷമായിട്ട് ഒരു 3-4% മാത്രമാണ് വലിയ വിഷമങ്ങൾ തൊട്ട് ചെറിയ വിഷമങ്ങൾ വരെ ഉണ്ടായത്, ജോലി സംബന്ധമായിട്ടുള്ളതും അതും ഇതൊക്കെ ഉണ്ടായത്. ബാക്കി 95% ആളുകൾ ഏറ്റവും ഹാപ്പി ആയിരുന്ന ഈ സെഞ്ചുറിയിലെ ഏറ്റവും വലിയ സമയം ഇതാണെന്നാണ് അവരുടെ ഒരിത്. കാര്യം എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാ കുടുംബങ്ങളും ഈ വെള്ളമടിച്ച് വീട്ടിൽ വന്ന് വെള്ളം ഉണ്ടാക്കണമെന്ന് പോലും വെള്ളം അടിക്കാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുക. അപ്പം സ്നേഹം തന്നെയാണ്. അപ്പം മാത്രമല്ല നല്ല ശുദ്ധവായു ശ്വസിക്കുന്നു, ഒരു ടെൻഷൻ ഇല്ല, ശബ്ദം മലിനീകരണമില്ല, വണ്ടികൾ ഓടാത്തതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ഒരു സമാധാനവും ശാന്തതയും ഉണ്ടായിരുന്ന ഒരു 6-7 മാസക്കാലം എന്നാണ് ഈ കോവിഡ് കാലത്തിനെ പറയുന്നത്. പക്ഷേ ഡയറക്റ്റ് ഇമ്പാക്റ്റും ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റുമായിട്ടുള്ള കുറേ ആൾക്കാർക്ക് വിഷമം ഉണ്ടായി. മാത്രമല്ല ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആരും മരിച്ചില്ലെങ്കിൽ എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധം ഉണ്ടായിരുന്ന രാമലിംഗം എന്ന് പറഞ്ഞ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം പ്രിയൻചേട്ടൻ്റെ ഒരുവിധം എല്ലാ പടങ്ങളും സ്റ്റിൽ ഫോട്ടോ എടുത്ത ആളാണ് രാമലിംഗം. ഒരുപാട് കിലുക്കം, ഒരുപാട് സിനിമകൾ, തേന്മോൻ കൊമ്പത്ത് തുടങ്ങി അതുപോലത്തെ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ രാമലിംഗം സാറ്. അപ്പോൾ രാമലിംഗം സാറിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പനി വന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അപ്പോഴേ വന്ന് ഇവരെ കൊണ്ടുപോയിട്ട് ഇവർക്ക് 10-12 ദിവസത്തേക്ക് ഒരു അറിവുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരെ വിളിച്ചു പറഞ്ഞ് മരിച്ചു, ഞങ്ങൾ തന്നെ ദഹിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ബഹളമാണ്, ഈ മക്കൾ ബഹളം ഉണ്ടാക്കിയിട്ട് മകൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തു അതാണെന്ന് പറഞ്ഞു. അതാണോന്ന് പോലെ ഐഡൻറ്റിഫൈ ആകില്ല, കാര്യം ബോങ്ങാണാത്തല്ലേ ഉള്ളൂ. അവരെന്നിട്ട് ദഹിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ അന്ന് മുതൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വിളിച്ചു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എന്നോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വിളിച്ചു. എന്നെ വിളിച്ച് ഫോണിൽ കൂടെ പൊട്ടി കരയാണ്, ഭാര്യ മരിച്ചു, എനിക്ക് കാണാൻ പോലും ഒത്തില്ല, ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല. ഇയാളാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് പനിയാണെന്ന് ആരത്തോ പറഞ്ഞ്. അതുകൊണ്ട് മക്കൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു. നിങ്ങൾ കാരണമാണ് എൻ്റെ ഞങ്ങളുടെ അമ്മ മരിച്ചത്, എന്തിന് ചുമ്മാ ഇരുന്നാൽ പോരായിരുന്നു ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആ കുറ്റബോധം. അപ്പോൾ ഇയാൾ അന്ന് മുതൽ ഒരു 1-2 മാസത്തിലിരിക്കും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് മുഴുവൻ അതാണ്, ഐ എം ഫെഡ് അപ്പ് ഓഫ് ദിസ് ലൈഫ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴെല്ലാം പറയും എനിക്ക് ജീവിക്കണമെന്നേ ആഗ്രഹമില്ല, എതുക്ക് നന്ദു എനക്ക് ചത്തു പോകണമെന്ന്, എതുക്ക് ചുമ്മാ ഇരിക്കണം, അവോ പോയച്ചെന്നാ പറഞ്ഞ് ഭയങ്കര പക്ഷേ. ഞാൻ ചെന്നൈയിൽ എപ്പോൾ പോയാലും ഞങ്ങൾ ഞാൻ ഇങ്ങനെ വിളിക്കും, ഒരുമിച്ച് കൂടി എൻ്റെ കൂടെ വരും, നന്നായിട്ട് പാട്ട് പാടും, ഞങ്ങളിരുന്ന് പാട്ടൊക്കെ പാടും. ആ മനുഷ്യൻ കരഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോൾ അതൊക്കെ മനുഷ്യന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അതൊക്കെ. അപ്പോൾ ആ കോവിഡിൽ അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ല, എനിക്ക് എൻ്റെ നേരിട്ട് സ്വന്തക്കാരല്ല, പക്ഷേ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അത് കഴിഞ്ഞ് ആ വിഷമം താങ്ങാനാവാതെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മരിച്ചു. എന്നിട്ട് കഷ്ടാലോചിച്ച് നോക്കൂ, അദ്ദേഹം ചിലപ്പോൾ 2-3 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യണത്. 2 മാസം കഴിഞ്ഞപ്പോഴും ഞാൻ വേറൊരാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു രാമലിംഗ സാറിൻ്റെ വിവരമൊന്നുമില്ല, എന്തുണ്ടെന്ന്. സാർ അവർ പോയച്ചു സാർ. ഞാൻ തകർന്നു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു. കാര്യം 2 മാസം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ആലോചിച്ച് നോക്കി. അപ്പം അങ്ങനെ കാര്യം നല്ലൊരു പാവ മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് സഹിക്കാവത്തില്ല. അപ്പം അതാണ് പറഞ്ഞത്, കുറേ നമ്മൾ ഇതുപോലെ നല്ല ശുദ്ധവായുവും എല്ലാ ആൾക്കാർക്കും എവിടെയോ ഒരു നമ്പർ ഇങ്ങനെ കിടപ്പുണ്ട്. ഡയറക്റ്റ് ഇമ്പാക്റ്റ്, അച്ഛനും അമ്മയും ഒക്കെ മരിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട്, സ്വന്തക്കാരെല്ലാം മരിച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതല്ലാതെ പോലും നമ്മളെ എവിടെയോ ഒരു സമയത്തെങ്കിലും അതിനെ ദുഃഖം നമുക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് അങ്ങനെയൊക്കെയാണ്. അപ്പം ആ കാലഘട്ടം കടന്നു വന്നു. അപ്പോഴും പറഞ്ഞു നമ്മൾ ഈ കാലഘട്ടം കഴിയും, തീർച്ചയായിട്ടും കഴിയും. 5 വർഷം കഴിഞ്ഞു, എല്ലാവരും മറന്നു. ഇപ്പോൾ കോവിഡ് മുണ്ടിപ്പോരെന്ന് പറയും. കോവിഡ് പേര് പറഞ്ഞാൽ ആടി കൊടുക്കുക, അത് പേര് കേൾക്കുമ്പോൾ ടെൻഷനാണ്. ചുമ്മാ ഇരുന്ന് മനുഷ്യനെ പേടിപ്പിക്കല്ലെന്ന് പറയും. അതിനിടയ്ക്കിടയ്ക്ക് പേപ്പറിൽ 122 റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ പേപ്പറിനെ വലിച്ചു കയറി ഞാൻ എടുത്ത് വെളിയേറിയും. അപ്പോഴും ഇത് കാണും, ചുമ്മാ നമ്മളിത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇത് കൊണ്ടുവരണം. അല്ല ഇവിടെ അതൊന്നും ഈ നമ്മുടെ ഏതോ ഒരു നമ്മുടെ മരുന്നിനകത്ത് 60 ഇറങ്ങി അതിനകത്തും താഴെ ഈ മറ്റേ ആൻറ്റി കോവിഡ് മെഡിസിൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് എത്രയോ വർഷം ഈ ഒരു അസുഖം പണ്ടേ ഉണ്ട്. പക്ഷേ ഇത് എന്താ പറയുക ജനറ്റിക്കലി മറ്റേ ഡെവലപ്ഡ് ആയിട്ടുള്ള അത് ചെയ്ത മരുന്ന് മനഃപൂർവ്വം ഇറക്കി എന്നൊക്കെയാണല്ലോ പറയണത്, നമുക്കറിയില്ല. അതാണ് മാരകമായിട്ട് വന്നത്. അല്ലാത്ത ഈ കോവിഡ് വൈറസ് മനുഷ്യനെ കൊല്ലൂല. പ്രേമോദയങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു ഗാനഗന്ധർവനാക്കൂ എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു, ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ
ചെയ്തത്. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായ ഒരുപാട് ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? അല്ല, സ്പിരിറ്റിലെ വേഷം ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വിശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ എനിക്ക് വ്യത്യസ്തമായ ഒരുപാട് പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്, പോലീസല്ലേ. അപ്പം മാനറിസം ചിലത് കുറച്ച് തമാശയുള്ള പോലീസ്, ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള പോലീസ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല, കൂടുതൽ മനസ്സിന് സ്പിരിറ്റ് അല്ലാതെ ഒരു പടം എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ തന്നെയാണ്. ചേട്ടനിപ്പം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു ഗായകനാണ്. ചേട്ടൻ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു ഗുരു, ചേട്ടനെ ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന ഒരു ഗുരു ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് പാടാൻ പോകുന്നത്. എനിക്ക് ഒരു 100 രൂപ ശമ്പളം ആദ്യമായിട്ട് കിട്ടുന്നതും അദ്ദേഹം വഴിയാണ്. അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും നമ്മളൊരു മാനസ ഗുരുവായിട്ട് തന്നെ നമുക്ക്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരികയും നമുക്ക്, ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതാണ്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ മനസ്സിൽ ഗുരുവായിട്ട് കാണുന്നു. എനിക്ക് ആദ്യ സിനിമയിൽ വേഷം തന്നത് വേണുചേട്ടനാണ്, വേണു നാഗവള്ളി. അദ്ദേഹത്തിനെ ഞാൻ ഗുരുവായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഒരാൾ, ഇപ്പോൾ സായിബാബയുടെ ശിഷ്യരായിട്ടുള്ളവരുണ്ട്, അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യരായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗുരു എനിക്കില്ല, മനസ്സിലായില്ലേ? അപ്പം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഗൈഡൻസ് എപ്പോഴും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് റൂട്ടിൽ ഓടൂല. അതാണ് ഒരു പ്രധാന വിഷയം അതിനകത്ത്. അപ്പോൾ അങ്ങനൊരു മനസ്സിൽ നമ്മൾ പല ആൾക്കാരെയും ഗുരുവായിട്ട് കാണുന്നു. കാര്യം ഞാൻ ഈ സ്പിരിച്വൽ ടോക്സ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അവർ പറയുമ്പോഴെല്ലാം ആ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ ഞാൻ നമ്മുടെ ഗുരുവായിട്ട് മനസ്സിൽ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഈ സ്പിരിച്വാലിറ്റി നന്നായിട്ട് സംസാരിക്കുക, അതായത് ശരിക്കും ഈ ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനും ദൈവികത്വത്തിന് ഇടയിൽ നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ്. അദ്ദേഹമാണ് നമുക്ക് എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ദൈവം, എന്തിനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ നിൽക്കുന്ന ഒരു മാസ്റ്ററാണ്. അദ്ദേഹത്തിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു ഗുരു ഇല്ലെങ്കിലും നമുക്ക് നല്ലവനായിട്ട് ജീവിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ അമ്പലത്തിൽ പോകണമെന്ന് പോലും ഇല്ല. അമ്പലത്തിലോ പള്ളിയിലോ പോവാതെ തന്നെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം. കാര്യം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ദൈവം. അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അതാണ് ശബരിമലയിൽ തത്വമസി എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ കാര്യം അതാണ്. നീ എന്തിനാണോ തേടുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നീ ഇവിടെ വന്നില്ലെങ്കിലും നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം ശബരിമലയിൽ പോയിട്ട് ഇറങ്ങുമ്പോഴും ഇത് വായിച്ചതിന് ശേഷം നമ്മൾ പറയുന്നത് അടുത്ത പ്രാവശ്യം വരാൻ സാധിക്കണേ എന്നാണ് മനസ്സിൽ കരുതുന്നത്. ഇപ്പൊ ചേട്ടനിപ്പം ഈ പറഞ്ഞ മാതിരി ഒരുപാട് മുതിർന്ന നടന്മാരുമായിട്ട് നമ്മുടെ പഴയകാല ഡയറക്ടേഴ്സിന്റെയും കൂടെ അഭിനയിച്ചു, ഇപ്പൊ പുതിയ പുതിയ ഡയറക്ടേഴ്സിന്റെയും കൂടെ അഭിനയിക്കുന്നു. ചേട്ടൻ എന്താണ് അതിൽ തോന്നുന്ന ഒരു വ്യത്യാസം? അത് നല്ലതാണോ? അത് പഴയ ഡയറക്ടേഴ്സിൽ നിന്ന് ഒരുപാട് ഊർജം ഉൾക്കൊള്ളുന്ന കുറെ ഡയറക്ടേഴ്സ് ഇപ്പോഴും നമ്മൾക്കുണ്ട്. എന്താണ് അവരെ കുറിച്ച് ആ ഒരു വ്യത്യാസം? അല്ല, പുതിയ രീതി, പുതിയ യങ്സ്റ്റേഴ്സ് ഡയറക്ടേഴ്സായിട്ട് വരുന്നത് ഈ കാലത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അതിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. മുൻകാലത്തുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു വളരെ നൊസ്റ്റാൾജിക് എഫക്റ്റാണ്. നമുക്ക് പഴയ കാലത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു സന്തോഷം അവരുടെ. പിന്നെ ഈ പുതുതായിട്ട് വരുന്നവർക്ക്, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു എലമെന്റ് ഓഫ് കൺഫ്യൂഷൻ കാണും. അത് നമ്മളിപ്പോൾ എടുക്കുന്നത് ശരിയാകുമോ, നമുക്കൊന്നുകൂടെ മാറ്റിയെടുക്കണോ. പക്ഷെ മറ്റവരങ്ങനെയല്ല. അവർ 50, 60, 70, 100 സിനിമകൾ ചെയ്ത ആൾക്കാരാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന ഷോട്ട് ഇന്നത് മതി. അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞു, ആക്ഷൻ, കട്ട്, ഓക്കെ, അടുത്ത ഷോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ടക്കുന്ന അതിലേക്ക് പോകും. കാര്യം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ അതുപോലെയല്ല ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ആൾ അത് ഷോട്ട് കഴിഞ്ഞാലും അവർക്ക് നമ്മളെന്താ ചോദിക്കുമ്പോൾ ചേട്ടാ നമുക്ക് ഒന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ, കാര്യം അവർക്കൊരു സംശയമുണ്ട് ഇത് പെർഫെക്ഷൻ ആയോ എന്നുള്ളത്. നമുക്ക് തോന്നുന്നു പെർഫെക്ഷൻ ആയെന്ന്, പക്ഷേ അവർ ആ പെർഫെക്ഷൻ വേണ്ടി അവർ ചിലപ്പോൾ ഒന്നുകൂടി എടുക്കും. അപ്പോൾ അങ്ങനത്തെ അതാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെയും അല്ലാത്ത ഒരാളുടെയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇപ്പോൾ വരുന്ന ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരും തലയ്ക്കകത്ത് നല്ല ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക.
അല്ല നമ്മൾ പഴയ ആൾക്കാർ ചെയ്യുന്ന രീതിയിലേ നമ്മൾ ചെയ്യുള്ളൂ, നീ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറയാൻ പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അവർ വിളിക്കില്ല പിന്നെ. അപ്പം നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുക, അത്രേ ഉള്ളൂ. ചേട്ടാ നമുക്ക് പതുക്കെ ഒന്ന് നടന്നാലോ? അതൊക്കെ നടക്കാൻ എനിക്ക് പോകാൻ സമയമായി. വിടാന്നേ, വിടും വിടും. ദൈവമേ അമ്മേ, പോണല്ലേ, ഞങ്ങൾക്കും പോണ്ടേ? അത് പോണം. പോണ്ടെന്ന് പറയാക്കല്ലേ, ഇവിടെ ഇരുന്ന് അവർ പിടിച്ചോണ്ട് ഇവിടെ ആൾക്കാരുണ്ട്, അവർ എന്തായാലും പോയാലേ ഒക്കെ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരുപാട് വളർന്നു വരുന്ന പുതിയ കലാകാരന്മാരുണ്ട്, അവർക്ക് എന്ത് മെസ്സേജാണ് ചേട്ടന് കൊടുക്കാനുള്ളത്? എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും മര്യാദയോടും കൂടി പെരുമാറുക, ചെയ്യേണ്ട ജോലി ചെയ്യുക, കിട്ടുന്ന കാശ് സൂക്ഷിച്ചു വയ്ക്കുക, അനാവശ്യമായിട്ടുള്ള താല്പര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, ലൈക്ക് ഡ്രഗ്സ് മറ്റുള്ള കാര്യങ്ങൾ, അതിലേക്ക് പോകാതിരിക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം അതാണല്ലോ വലിയ വിഷയം, ഒരുപാട് ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നു, സ്കൂൾ കുട്ടികൾ പോലും. അപ്പോൾ അതൊക്കെ ഒരു വൻ വിപത്താണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുക, ചെയ്യേണ്ട ജോലി ചെയ്യുക. പിന്നെ പറയാനുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുക. അത് അഭിനയത്തിൽ മാത്രമല്ല, ടെക്നീഷ്യനായാലും പുതുതായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല, നമ്മളെ ഉപദേശം താൻ ആരും ഉപദേശിക്കാമെന്ന് ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ ഉപദേശിക്കില്ല, പക്ഷേ ജനറലി സ്പീക്കിംഗ് അവർ ഫോളോ ചെയ്യേണ്ട കാര്യം, അവർ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ നിൽക്കുന്ന പഴയ കാലത്ത് വന്ന മഹാരഥന്മാർ, ഇപ്പോൾ നമുക്ക് 2-3 പേര് നമ്മുടെ കൂടെയുണ്ട്, പ്രധാനമായിട്ട് 2 പേര്, മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞ 2 പേര്. ഇവരൊക്കെ ഇന്നും നിൽക്കുന്നതും ഇന്നും നമ്മളെല്ലാം തിയേറ്ററിൽ പോകുന്നതും കാണുന്നതും കൈയടിക്കുന്നതും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും ആരാധിക്കുന്നതിൻ്റെ എല്ലാം കാരണത്തിൽ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. അത് രണ്ടും ഭയങ്കരമാണ്. അത് പുതിയ വരുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു അല്പമെങ്കിലും കുറവുണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് പാടില്ല, അത് ആ പങ്ക്ച്വാലിറ്റി വേണം. അപ്പോൾ ചിലർക്ക് അങ്ങനെ തന്നെ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ വന്നാൽ മതിയല്ലോ എന്നുള്ളത്, അതല്ല, അത് ഡയറക്ടർക്കാണ് ആവശ്യം. നിങ്ങളെ കൊണ്ട് ഷൂട്ട് ചെയ്യാനും നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും ആവശ്യമുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് പൈസ നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വാങ്ങിക്കുന്ന കാശിനോട് കൂറ് കാണിക്കുക, ചെയ്യുന്ന ജോലിയോട് കൂറ് കാണിക്കുക, അവരോട് ആ ഒരു ആത്മാർത്ഥത കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ പോലെ തന്നെ 40-50 കൊല്ലം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിൽക്കാൻ സാധിക്കില്ല, അത്രേ ഉള്ളൂ. സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, സാധിക്കുകയേ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ നിഷ്കാസിതരായിപ്പോകും, ഈ ഏരിയയിലേ കാണൂല. നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ 5 മണിക്ക്, ഇപ്പോഴും എൻ്റെ അടുത്ത് രാവിലെ 5 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ 4:50 റെഡി ആയിരിക്കും. ഞാൻ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന ഡ്രൈവർമാരത്തോ, അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കാര്യം. അവരാണ് രാവിലെ നമ്മളെ വിളിക്കാൻ വരുന്നത്. പ്രൊഡക്ഷൻ മാനേജർ ആണ് നമ്മളെ എഴുതിക്കണം എന്ന് പറയുന്നത്. അല്ല, പണ്ടൊക്കെയാണ് നമ്മളെ വിളിച്ചുണർത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അലാറം വെച്ച് നമുക്ക് തന്നെ എഴുതിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ 4:15 എഴുതിച്ച് ഒരു 35-40 മിനിറ്റ് മതി റെഡിയായിട്ട് നമ്മൾ 5 മണിക്ക് കൃത്യമായിട്ട് അവരുടെ അടുത്ത കോൾ വണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ ആ ഒരു പങ്ക്ച്വാലിറ്റി അന്നത്തെ കാലത്തുള്ള 99% ആൾക്കാർക്കും ഉണ്ട്. അന്നും ചിലപ്പോൾ 1-2% കാണൂലായിരിക്കാം. പക്ഷേ ഇപ്പോഴുള്ളതിൽ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം അതാണ്, പങ്ക്ച്വാലിറ്റി. ചെയ്യുന്ന ജോലിയോടുള്ള നമ്മൾ പങ്ക്ച്വലായിരിക്കണം. അതിന് ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കണം, നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും ഭയങ്കര പങ്ക്ച്വലാണ്. അദ്ദേഹം ഇന്ന സമയത്തിന് വരാം. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഒരുപാട് കുറ്റങ്ങളും ഇതുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് വെട്ടാനായിട്ടൊരു മനുഷ്യനില്ല എന്നുള്ളതാണ്. 10 മണിക്കൊരിടത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ 10 മണിക്ക് അദ്ദേഹം എത്തിയിരിക്കും. വേറെ ആര് വന്നില്ലെങ്കിൽ അദ്ദേഹം വന്നിരിക്കും. അപ്പോൾ അത് ഒരു ഭയങ്കര നമ്മൾ ആ പങ്ക്ച്വാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ കൊച്ചിലേ നമ്മളെ പഠിക്കുമ്പോഴും സ്കൂളിൽ പോലും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? കൃത്യനിഷ്ഠ, സമയനിഷ്ഠത പാലിക്കണം. കാര്യം സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ നിമിഷം ഇനി തിരിച്ചു വരില്ല, അത് പോയി ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്തിന് വില കൊടുക്കണം. നമ്മൾ ഒരിടത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ നമ്മളെ കാത്ത് ചിലപ്പോൾ 10 പേര് നിൽക്കും, ചിലപ്പോൾ 100 പേരായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ 10,000 പേര് കാണും. ആ 10,000 പേരെ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര സമയമാണ് പോണത്? അതിനകത്തുള്ള ആൾക്കാർക്ക് അത് കഴിഞ്ഞ് വേറെ എന്തെല്ലാം പണി കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ഷൂട്ടിങ്ങിന് വരാൻ ലേറ്റ് ആയാൽ ഡെഫിനറ്റായിട്ട് അന്ന് എടുക്കേണ്ട ഷൂട്ട് ചെയ്ത് മുഴുവൻ ഷൂട്ട് ചെയ്യും. പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്ക് സൺലൈറ്റ് പോയതുകൊണ്ട് അന്ന് തീരില്ല, കാര്യം നമ്മൾ സമയത്തിന് വന്നില്ല. അപ്പോൾ അതൊക്കെ ആർക്ക് നഷ്ടം? പ്രൊഡ്യൂസർക്ക് നഷ്ടം. അങ്ങനെ പിന്നെ ഒരു ദിവസം കൂടെ ഉള്ള കാശ് മുടക്കണം. ചീത്തപ്പേര് ആർക്ക്? ഈ ഡയറക്ടർക്ക്. നിങ്ങൾക്ക് സമയത്തിന് എടുത്ത് തീർക്കാത്തില്ല, അതുകൊണ്ട് ഡയറക്ടർക്ക് ചീത്തപ്പേര്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പുതിയ തലമുറയോട് പറയാനുള്ളത്, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇവർ നിൽക്കുന്നത് പോലെ വളരെ വലിയ ഉയർച്ചയിൽ ചെന്ന് നിൽക്കാൻ സാധിക്കും. അതാണ് കാര്യം. അവരൊക്കെ ഇനി വലിയ സൂപ്പർ സ്റ്റാറായി വലിയ ലെവലിലെത്തുമ്പം
നമ്മൾ കാണണം നിർബന്ധമൊന്നുമില്ല, ഇപ്പോഴത്തെ തലമുറ കാണണമെന്ന് നിർബന്ധമില്ല, ഇപ്പോഴത്തെ തലമുറ എന്നല്ല നമ്മുടെ തലമുറ പോലും കാണണം നിർബന്ധമില്ല. അപ്പം അവനവൻ നന്നായിരുന്ന അവനവന് കൊള്ളാം, അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ ഒരു പാട്ടോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഞാൻ പോയിട്ട് വരെ. ഒരെണ്ണം കൂടെ. ഏയ് ഇല്ലില്ല, ഒരെണ്ണം കൂടെ. Please. ഈ 2 പാട്ട് അവിടെ നിന്ന് പാടിയില്ലേ? എന്നാലും നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഫീല് ഒരു ഫീലോ? ഈ സ്ഥലത്ത് നിന്ന് പാട്ട് വരുമോ? വരും. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടും. ഇവിടെ പാട്ട് വരുന്ന സ്ഥലമാണോ ഇത്? അങ്ങനെ പ്രത്യേക സ്ഥലമുണ്ടോ? ശരി, എന്നാ പിന്നെ ഓണമല്ലേ, 2 വരി പാടാമല്ലേ? ഇതുവരെ പാടാത്ത ഒരു പാട്ടിൻ്റെ, സാധാരണ എല്ലായിടത്തും ഞാൻ ഒരേപോലെ കുറേ അറിയാവുന്ന കുറേ പാട്ടുകളുണ്ട്, അതിന് വ്യത്യസ്തമായിട്ടൊരു 4 വരി പാടാം അല്ലേ? ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്തരാത്രി. എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ഹാപ്പി ഓണം.